ഹായ് എവരി വൺ. ഞാനൊരു ഓപ്ഷൻ ബയ്യറാണ്. മെയിനായിട്ട് ഞാൻ നിഫ്റ്റിയിലാണ് ചെയ്യുന്നത്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു 30 ഡേ ഒരു ചെറിയ ടോപ്പിക്കാണ്. മെയിനായിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത് ഏതൊക്കെ ക്യാൻഡിലുണ്ട്, അത് നമ്മളെങ്ങനെയാണ് ചാർട്ടിൽ യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക, അതിനെക്കുറിച്ചൊരു ചെറിയ ക്ലാസ്സായിട്ട് ഒരു 30 ഡേ ക്ലാസ്സാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ക്യാൻഡിൽ ഫോർമേഷനിലേക്ക് പോവാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് 5 മിനിറ്റ് കൂടിയതാണ് 5 മിനിറ്റ് ക്യാൻഡിൽ. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഫസ്റ്റ് മിനിറ്റ് ഒരു റെഡ് ക്യാൻഡിൽ, സെക്കൻഡ് മിനിറ്റ് അതിനേക്കാളും വലിയൊരു റെഡ് ക്യാൻഡിൽ, തേർഡ് മിനിറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഫോർത്ത് മിനിറ്റ് അതിനേക്കാളും വലിയൊരു ക്യാൻഡിൽ, ഫിഫ്ത്ത് മിനിറ്റും ഗ്രീൻ ക്യാൻഡിൽ തന്നെ ഒരു വലുത്. അപ്പോൾ അങ്ങനെ 5-ാം മിനിറ്റ് ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഇതൊരു എക്സാമ്പിളാണ്. ഇതുപോലെ കുറേ ക്യാൻഡിലുണ്ട്, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാം. അപ്പം ഈ ക്യാൻഡിൽ ഒരു സ്റ്റോറി പറയുന്നത്, അതായത് ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഫൈറ്റാണ്. നമുക്ക് 5-ാമത്തെ ക്യാൻഡിൽ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ എന്ത് നടന്നു, ബയ്യേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ചെറുതായിട്ട് 1 മിനിറ്റ് ഫ്രെയിമിലേക്ക് ആക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ കാണിച്ചത്, ഒരു ഗ്രീൻ ക്യാൻഡിൽ. ആ ക്യാൻഡിൽ എടുക്കുവാണെങ്കിൽ ക്യാൻഡിലിൽ ഒരു 4 ബോഡി പാർട്സ് ഉണ്ടെന്ന് നോക്കാം. അതിലൊന്ന് ഓപ്പൺ, ക്ലോസ്, ഹൈ, ലോ. ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത ഫസ്റ്റ് മിനിറ്റിൽ ഒരു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കും ഓപ്പൺ. ക്ലോസ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 5-ാമത്തെ മിനിറ്റിൽ ലാസ്റ്റ് എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്, അതാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ 1 മിനിറ്റിനും 5 മിനിറ്റിനും ഇടയിൽ ഒരു ഹൈ ആൻഡ് ലോ വരുന്നുണ്ട്. ഏറ്റവും പോയ ഹൈ മൂവ്മെൻറ്റും ഏറ്റവും താഴെ വന്ന ലോ മൂവ്മെൻറ്റും ഉണ്ട്. അതാണ് ഹൈയും ലോയും ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഹൈയും ലോയും എപ്പോഴും മാർക്കറ്റിൻ്റെ ഇത് വെച്ചാൽ ഏറ്റവും ലോ താഴെയും ഹൈ ഏറ്റവും മുകളിൽ വരിക്കും. നമുക്ക് ഇനി നെക്സ്റ്റ് ചാർട്ടിലേക്ക് പോവാം. മാർക്കറ്റിൽ മെയിനായിട്ട് 2 തരം ക്യാൻഡിലാണുള്ളത്. ഒന്ന് ബുള്ളിഷ് ക്യാൻഡിലും, അത് ഗ്രീൻ കളറിൽ കാണും. പിന്നെയുള്ളത് ബീറിഷ് ക്യാൻഡിലും ആയിരിക്കും, അത് റെഡ് കളർ കാണും. ഈ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ അത് ബയ്യേഴ്സിൻ്റെ, അതായത് ബയ്യേഴ്സ് ആയിരിക്കും അവരുടെ ശക്തം പവറുള്ളത്. റെഡ് ക്യാൻഡിലാണെങ്കിൽ സെല്ലേഴ്സ് ആയിരിക്കും പവറുള്ളത്. ഇതിലിപ്പം നോക്കുക, അതായത് ക്യാൻഡിൽ 4 പാർട്സ് ഉണ്ടായിരിക്കും. ഓപ്പണിങ്, ക്ലോസിങ്, ഹൈ, ലോ. ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കാം. നിഫ്റ്റിയിലൊരു ഫസ്റ്റ് ക്യാൻഡിലാണ് നോക്കുക. അതിൽ ആദ്യം 25,000 ഫസ്റ്റ് മിനിറ്റിൽ 25,000 സ്റ്റാർട്ട് ചെയ്തു, അത് ഓപ്പണിങ്. 5-ാമത്തെ മിനിറ്റിൽ 25,020 ക്ലോസിങ് ചെയ്തു, അത് ക്ലോസിങ്. ഈ ഫസ്റ്റ് മിനിറ്റിനും അവസാന മിനിറ്റിലും ഒരു ഹൈ വന്നിട്ടുണ്ട്, അത് 25,030 ഏറ്റവും ഹൈ വന്നേക്കുന്നത്. ഏറ്റവും ലോ 24,980. ഇതായിരിക്കും ഹൈയും ലോയും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഓപ്പണിങ്ങിനേക്കാളും കൂടുതലാണ് ക്ലോസിങ് വന്നേക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഇത് ഗ്രീൻ ക്യാൻഡിലായതും ഇത് ബയ്യേഴ്സ് ജയിച്ചു എന്ന് പറയാം. കാരണം ഓപ്പണിങ് ചെയ്തതിനേക്കാളും കൂടുതൽ ഇതിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് നമുക്ക് ബീറിഷ് ക്യാൻഡിൽ പരിചയപ്പെടാം. ബീറിഷ് ക്യാൻഡിൽ റെഡ് നിറത്തിലായിരിക്കും കാണുന്നത്. ഇവിടെ സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ പവർ. അതായത് ഓപ്പണിങ് ചെയ്ത് ആദ്യത്തെ മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ എടുക്കുക. ആദ്യത്തെ മിനിറ്റ് ഫസ്റ്റ് മിനിറ്റിൽ 25,000 ഓപ്പണിങ് വന്നു. ക്ലോസിങ് എത്രയാണ്? 5-ാമത്തെ മിനിറ്റ് ക്ലോസിങ് 24,990 ആയിരിക്കും. അപ്പോൾ 25,000-നേക്കാളും താഴ്ന്നുകൊണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് ഇത് റെഡ് ക്യാൻഡിലായിരിക്കും. സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ, അതായത് താഴത്തേക്ക് സെല്ലേഴ്സ് കൂടുതൽ സെല്ല് ചെയ്തുകൊണ്ടായിരിക്കും ക്യാൻഡിൽ താഴത്തേക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നത്. ഇതിൻ്റെ ഇടയിൽ ഹൈയും ലോയും വന്നിട്ടുണ്ട്. ഹൈയും ഏറ്റവും ടോപ്പിലും, അതായത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വന്ന ഹൈ 25,030, ലോ 24,980. ഈ ഹൈയും ലോയും നമ്മളെപ്പോഴും ഒരു വിക്ക് പോലെയാണ് മാർക്കറ്റിൽ എപ്പോഴും പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ബീറിഷ് വന്നതും ബുള്ളിഷ് വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതായത് ഹൈ ഓപ്പണിങ്ങിനേക്കാളും മുകളിലാണ് ക്ലോസിംഗ് എങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലും, ഓപ്പണിങ്ങിനേക്കാളും താഴെയാണെങ്കിൽ ക്ലോസിംഗ് എങ്കിൽ ബീറിഷ് ക്യാൻഡിലുമാണ് നമ്മൾ അറിയപ്പെടുന്നത്. നിങ്ങളിത് കണ്ട് പഠിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യണം. ഇപ്പോൾ 5 മിനിറ്റിലെ ടൈം ഫ്രെയിം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിറ്റ് ആയിക്കോട്ടെ, അത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 5 മിനിറ്റിലെ ടൈം ഫ്രെയിം ഇട്ടു. അപ്പോൾ ആ ക്യാൻഡിലൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാക്കിയെന്ന് അറിയാൻ നിങ്ങൾ എന്നെ ചെയ്യണം, അത് 1 ടൈം ഫ്രെയിമിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ആരാണ് അവിടെ, അതായത് കൂടുതൽ ശക്തം, എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടതെന്നൊക്കെ അറിയാൻ പറ്റും.
അപ്പോൾ ഇത് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ അതും കൂടെ ജസ്റ്റ് നോക്കുക, ചാർട്ടിൽ കയറി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ ട്രേഡിങ് പഠിക്കുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാനാണ്, അതായത് നല്ലപോലെ ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയാണ്, എല്ലാം കൊണ്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ പഠിക്കുക, അതിനൊപ്പം ചാർട്ടും അനലൈസ് ചെയ്യുക. പിന്നെയുള്ളത് നമ്മൾ എന്തൊക്കെ ട്രേഡ് ചെയ്താലും ഒരു കാര്യം മെയിനായിട്ട് ചെയ്യണം, SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് വെക്കണം എല്ലാവരും. നമുക്ക് ട്രേഡിങ്ങിൻ്റെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിന്ന് ഒരു ചെറിയ എമൗണ്ട് SIPയിലേക്ക് പോകണം. ഒരു ട്രേഡിങ്ങിനേക്കാളും മുമ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ആരും തുടങ്ങിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും ഏതാ നല്ല മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അടുത്ത വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും. ഈ ബുള്ളും ബിയറും ഫൈറ്റ് ചെയ്യുന്ന പോലെ നമുക്കും എന്തായാലും ഫൈറ്റ് ചെയ്ത് നോക്കാം. റിസ്ക് എടുക്കാതെ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ചെറിയ റിസ്ക് എടുത്ത് നമുക്ക് എന്നാ പറഞ്ഞാലും വിജയിച്ചേ പറ്റൂ. ഒക്കെ ഒന്നിച്ച് പഠിക്കാം. ഉറപ്പായിട്ടും ഇത് പഠിച്ച് നമുക്ക് ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുമാത്രമല്ല മാർക്കറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ന്യൂസും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും. പിന്നെ പതുക്കെ ഞാൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും എൻ്റെ പ്രോഫിറ്റും ലോസും എല്ലാം ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഈ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഉപകാരപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഓക്കെ, എവരി വൺ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.